നീ തലമുറകൾക്ക് വേണ്ടി നിലവിളിക്കേണ്ടി വരത്തില്ല. നിന്റെ കുടുംബ ജീവിതത്തിന് വേണ്ടി നിലവിളിക്കേണ്ടി വരത്തില്ല. ഇന്ന് പകൽക്കാലം നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ, ദൈവവുമായിട്ട് അഗാധമായ ബന്ധമുള്ളവനാണെങ്കിൽ, ദൈവഹിതപ്രകാരം ജീവിക്കുന്നവനാണെങ്കിൽ, നിന്റെ മേൽ ഒരു അസാധാരണമായ ദൈവ സാന്നിധ്യം ചലിക്കുമെന്ന് ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയുടെ ശക്തി. ദാനിയേലിന് നേരെ രേഖ എഴുതിയിരുന്ന സമയത്ത് അവൻ എന്നും ചെയ്യുന്നത് പോലെ രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അവന്റെ മേൽ പ്രാർത്ഥനയുടെ ശക്തി ഉണ്ടായിരുന്നു. അടലമനക ശകനക രകട സിംഹത്തിന്റെ കൂട്ടിനകത്ത് ഇട്ടപ്പോഴേ അവൻ ധൈര്യത്തോടെ ഇറങ്ങിപ്പോയത് എന്തുകൊണ്ടാ? അവൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്നവനായോണ്ടാ, ദൈവത്തോട് സംസാരിക്കുന്നവനായതുകൊണ്ടാ. അടലമൻ ഈയിടയ്ക്ക് ഒരു ദൈവദാസൻ പറയുന്നത് കേട്ടോ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ദാനിയേലിന്റെ സിംഹത്തിന്റെ കൂട്ടിനകത്ത് ഇട്ടപ്പോൾ അവൻ ഇറങ്ങുന്നതിനനുസരിച്ച് അവൻ ഭയപ്പെട്ടല്ല ഇറങ്ങിയത്. അവനറിയാം അവന്റെ കൂടെയുള്ള ഒരു ദൈവമുണ്ട്. അവൻ 3 നേരം ദൈവസന്നിധിയിൽ ഇരിക്കുന്നവനാണെന്നുള്ള ആ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടാ അവൻ സിംഹത്തിന്റെ അടുക്കലെത്തി ഇറങ്ങിപ്പോയത്. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്നവനാണോ, നിന്റെ മുമ്പിൽ ശത്രു തോൽക്കുകയേ ഉള്ളൂ.